സർ, നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ ഷെയ്ഖ് ഹസീനയോടുള്ള പക ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളോടുമൊക്കെയാണ് അവിടെ ഉള്ളവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ സുരക്ഷിതയാണ്, ഇന്ത്യയുടെ സുരക്ഷാ വലയത്തിൽ അവർ സേഫാണ്. പക്ഷെ എങ്കിൽ പോലും ഹസീനയുടെ ചെയ്തികൾ അംഗീകരിച്ചിട്ടാണോ നമ്മൾ ഹസീനയെ സംരക്ഷിക്കുന്നത്? അങ്ങനെയില്ല. ചെയ്തികൾ അംഗീകരിക്കാത്തപ്പോഴും നമ്മൾ ആൾക്കാരെ സ്വീകരിച്ചു എന്ന് വരും. ഇപ്പോൾ ടിബറ്റ് ഒഫീഷ്യലി അത് ചൈനയുടെ ആണെന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദലൈലാമ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനറ്റ് ഇൻ എക്സൈൽ ആയിട്ട് ഇന്ത്യയിലുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അങ്ങനെയൊക്കെയാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒരാളും അഭയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അഭയം കൊടുത്തു എന്നുള്ളതുകൊണ്ട് അയാൾ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്ന അതൊന്നുമല്ല. അവരവിടെ വലിയ പ്രശ്നമായി, അവർക്ക് പോകാനൊരു സ്ഥലമില്ല. അവർ ഇങ്ങോട്ട് വന്നതല്ല, നമ്മൾ കൊണ്ടുവന്നതാണ്. നമുക്ക് ഈ അട്ടിമറി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നൊരു സംശയം ഇതാണ്. സാധാരണ ഇതിൽ അട്ടിമറിക്ക് ആരും സമയമൊന്നും കൊടുക്കാറില്ല. ഇപ്പോൾ ശ്രീലങ്കയിൽ ജനങ്ങൾ ഇളകിയാർത്ത് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് മഹിന്ദ രാജപക്ഷ അവിടുന്ന് സ്ഥലം വിട്ടു. അവർ കൊട്ടാരത്തിൽ കയറി വേണ്ടാതിനൊക്കെ കാണിച്ചു. ബംഗ്ലാദേശിൽ സംഭവിച്ചത് ആർമി ഷെയ്ഖ് ഹസീനയ്ക്ക് സമയം കൊടുക്കുകയാണ്. 3/4 മണിക്കൂർ സമയമുണ്ട്, ചേച്ചി സ്ഥലം വിട്ടോ എന്ന് പറയും. അവർ 2 വലിയ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടുത്തെ ആർമിയുടെ ഹെലികോപ്റ്ററിൽ അഗർത്തലയിൽ കൊണ്ടുവന്നാക്കുന്നു. അഗർത്തലയിൽ നിന്ന് C-130 വിമാനം, അത് നമ്മുടെ വിമാനമാണ്. ആ C-130ക്ക് അകമ്പടിയായിട്ട് 2 റഫാൽ വിമാനങ്ങൾ. ഇങ്ങനെയാണ് അവർ ഡൽഹിയിൽ വരുന്നത്. ഡൽഹി നമ്മൾ മെയിൻ വിമാനത്താവളത്തിലല്ല, വ്യോമസേന വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. അവിടെയാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും സമയം അവർക്ക് അനുവദിച്ചു കൊടുത്തത് ഒരല്പം അസ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ പട്ടാള മേധാവികൾ ഹസീനയ്ക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്തു എന്ന് വേണം കരുതാൻ. പട്ടാള മേധാവി ഹസീനയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവും കൂടെയാണ്. അപ്പോൾ ഒരു സമയം കൊടുത്തു കാണും. കാര്യം എന്തൊക്കെയാണെങ്കിലും അവരെ കൊല്ലൂന്ന് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ കടത്തിവിട്ടതായിരിക്കും. സാർ, ഇപ്പോൾ ഈ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് പാകിസ്ഥാനായാലും ചൈനയ്ക്കാണെങ്കിലും ഇന്ത്യയെ തൊടാൻ ഒരു ഭയം തന്നെയാണ് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലേക്ക് അഭയം തേടുമ്പോൾ, പ്രത്യേകിച്ച് മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ, ഭാരതത്തിൽ താൻ സുരക്ഷിതരായിരിക്കും, അതിർത്തി കടന്ന് ആരും തന്നെ ഉപദ്രവിക്കാൻ വരില്ല എന്നുള്ള ഒരു ചിന്ത കൂടി കണക്കിലെടുത്തായിരിക്കുമോ ഈ ഷെയ്ഖ് ഹസീന ആദ്യം അഭയം തേടി ഇന്ത്യയിലേക്ക് തന്നെ ഓടിയെത്തിയത്? അല്ല, അങ്ങനെയുള്ള കണക്കുകൂട്ടലൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഇംഗ്ലണ്ടായിരുന്നു അവരുടെ ഡെസ്റ്റിനേഷൻ. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങിയ ഒരു താവളമാണ്. അവർക്കവിടെ ഡാക്ക വിമാനത്താവളം ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്ന അടുത്തുള്ളത് ഗുവാഹത്തി അല്ലെങ്കിൽ ഡൽഹിയൊക്കെയാണ്. അതുകൊണ്ട് അവർ ഡൽഹിയിലേക്ക് വന്നു. ഇവിടെ നിന്ന് അവർ ഇംഗ്ലണ്ടിലേക്ക് പോകാനാണ് ഇരുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ട് അവരെ എടുക്കില്ല, സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്നു. ആ കൺഫ്യൂഷനിൽ അവർ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. നാളെ ഇംഗ്ലണ്ടിൻ്റെ നിലപാട് മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഷീ വിൽ ഗോ ടു ഇംഗ്ലണ്ട്. അവരുടെ ഡെസ്റ്റിനേഷൻ ഇംഗ്ലണ്ടാണ്. പക്ഷേ സാർ, അപ്പോഴും ഈ അഭയം കൊടുത്തതിൽ അതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയോ? കാരണം ഈ സംവരണത്തിൻ്റെ പേരിലാണ് വലിയ പ്രക്ഷോഭം, വലിയ ആളിക്കത്തൽ, വലിയ കലാപമൊക്കെ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും 400-ലധികം പേർ മരണപ്പെട്ടു. അത് ഹസീനയുടെ ചില പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു കലാപം കൂടിയാണത്. അപ്പോൾ അത്തരത്തിൽ കുറേ പേരെ കൊല ചെയ്യപ്പെട്ടിട്ട് ഇവർ മാത്രം രക്ഷപ്പെട്ട് ഓടും, ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യ അഭയം കൊടുക്കുന്നു, ആ നിലപാട് ശരിയാണോ? ഇല്ല, അത് ഒരു അന്താരാഷ്ട്ര മര്യാദ മാത്രമാണ്. ഒരാൾ അഭയം ചോദിക്കുമ്പോൾ അത് കൊടുക്കുക. അയാൾ ഒരുപക്ഷെ ദുഷ്ടനായിരിക്കാം, കൊലപാതകമായിരിക്കാം, എന്തുമായിരിക്കാം. അയാൾ അസൈലം, പൊളിറ്റിക്കൽ അസൈലം ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത് ഒരു അന്താരാഷ്ട്ര മര്യാദയാണ്. ഇപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും നിഷേധിച്ചത് അവർ ഇന്ത്യയിൽ ഇറങ്ങിയത് കൊണ്ടാണ്. അവർ നേരിട്ട് ഢാക്കയിൽ നിന്ന് ഹീത്രൂവിലേക്ക് പറക്കുന്നു എന്ന് വയ്ക്കുക. ഹീത്രൂവിൽ എത്തുന്ന വഴിക്കാണ് അവർ പൊളിറ്റിക്കൽ അസൈലം ചോദിക്കുന്നത്. ഇംഗ്ലണ്ട് കുടുങ്ങും. ഇത് കൊടുത്തില്ലെങ്കിൽ അവരവിടെ ഇറങ്ങും, നടുക്കടലിൽ ഇറങ്ങുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരാൾക്ക് അഭയം കൊടുത്തു എന്ന് വിചാരിച്ചാൽ അയാളുടെ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്തു എന്ന്
ഒരിക്കലും അർത്ഥമാക്കരുത്. പൊളിറ്റിക്കൽ അസൈലം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടി വരുന്ന ഒരാളിനെ താമസിപ്പിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അയാളുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്ക് മുഴുവൻ നമ്മൾ സംരക്ഷണം കൊടുക്കുന്നു എന്ന് അർത്ഥമൊന്നുമില്ല. ചേട്ടാ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടി വരുന്നു, ശരി ഇവിടെ ഇരിക്കുന്നു നമ്മൾ പറയും. ഇത്രയും മീനിങ് ഉള്ളൂ അതിനപ്പുറമൊന്നുമില്ല. സാറേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സംഘടനകൾ ഇപ്പോൾ ഇവിടെ പണമിറക്കാൻ അമേരിക്കയും മുന്നിട്ടിറങ്ങുന്നുണ്ട് ഈ കലാപത്തിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുമ്പോഴും ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക ശക്തികളെ വളർത്തിയെടുക്കാൻ ഈ ഹസീനയുടെ പലായനത്തോട് ചിലർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണോ? പിന്നെ അല്ല, അത് ചിലർ പറയുന്നൊന്നുമല്ല. ഇറ്റ് ഈസ് ദർ. ജമാഅത്തെ ഇസ്ലാമി അവർക്കാണ് അപ്പർ ഹാൻഡ്. അതുകൂടാതെ CIA, പിന്നെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കുറേ കമ്പനികൾ, യൂണിവേഴ്സിറ്റികൾ, ഇവരെല്ലാം ജോർജ് സോറോസ് ഇവരുടെയൊക്കെ. അപ്പോൾ അവരുടെ ഒരു സ്റ്റൂജാണ്, അവരുടെ കളിപ്പാവയാണ് ഈ മുഹമ്മദ് യൂനസ് എന്ന സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആൾ. മഹാത്മാഗാന്ധിയേക്കാൾ വലുതാണെന്ന് വേണമല്ലോ വിചാരിക്കാൻ. കാരണം സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാതെ പോയൊരു മഹാത്മാഗാന്ധിയാണ്. കൊടുത്തത് യാസർ അറാഫത്തിനാണ്, വേറൊരാൾക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുത്തത്. അപ്പോൾ നോബൽ സമ്മാനം എന്നുള്ള തമാശ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മുഹമ്മദ് യൂനിസിന് നേരത്തെ കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുഹമ്മദ് യൂനിസ് വാസ് ഡെഡ് അഗൻസ്റ്റ് ഹസീന നിരന്തരം. മുഹമ്മദ് യൂനിസ് താമസിച്ചത് തന്നെ പാരീസിലാണ്, ബംഗ്ലാദേശിലല്ല. ബംഗ്ലാദേശിൽ കൈ കിട്ടിയാൽ ഒരു പക്ഷേ ഹസീനെ തൂക്കിക്കൊന്നു കളഞ്ഞാൽ ഈ മനുഷ്യൻ. അപ്പോൾ അവർക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്, ഇസ്ലാമിസ്റ്റുകൾ അപ്പർ ഹാൻഡ് ഉണ്ട്. CIA ഡിസൈനും അങ്ങനെയായിരുന്നു. ക്രിയേറ്റ് എ പാലസ്തീൻ ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ കുറച്ച് പോർഷൻ അപ് ടു മണിപ്പൂർ അതൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആക്കുക. സോ ഐദർ ദാറ്റ് ക്രിസ്ത്യൻ സ്റ്റേറ്റ് വിൽ ബി ആൻ ഇസ്രായേൽ, ഓർ ആ ക്രിസ്ത്യൻ സ്റ്റേറ്റ് നടപ്പിലായില്ലെങ്കിൽ ഇന്ത്യ വിൽ ബി ദ ഇസ്രായേൽ. ഇസ്രായേലിനോട് ചേർന്ന് ബംഗ്ലാദേശിൽ ഒരു പാലസ്തീൻ. ആ പാലസ്തീനുള്ളിൽ ഗസ 10 ലക്ഷം വരുന്ന ഈ നമ്മളുടെ റോഹിംഗ്യൻ മുസ്ലിംസ്, അവരായിരിക്കും അവിടുത്തെ ഗസ. ഈ ഭൂമിയിലെ വലിയ റൗഡികളും തല്ലിപ്പള്ളികളും റോഹിംഗ്യാസാണ്. അവരാണ് ബംഗ്ലാദേശിൽ ഗസ ഉണ്ടാക്കാൻ പോകുന്നത്. സോ യു ഹാവ് എ പാലസ്തീൻ നൗ. ഇൻസൈഡ് പാലസ്തീൻ യു ഹാവ് എ ഗസ ഓൾസോ. നൗ യു ഡിസൈഡ് വെദർ യു വാണ്ട് ടു ബി ഇസ്രായേൽ ഓർ നോട്ട്. ശരി, നമുക്കിതിൻ്റെ മൊത്തത്തിലൊരു കാര്യം എടുത്താൽ ഹസീനയ്ക്ക് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല. അവരുടെ മകൻ തന്നെ പറയുന്നുണ്ട് അവരിനി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ല എന്നുള്ളത്. 76-77 വയസ്സായി, ഇനിയിപ്പോൾ എന്ത് മടങ്ങി വരാൻ? രാഷ്ട്രീയം ഇല്ല എന്നുള്ളത്. സാർ ഇനി ഹസീനയുടെ ഒരു ഭാവി, സാർ എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു 100% വീക്ഷണം നടത്തി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. എന്തായിരിക്കും ഇനി ഒരു ഈ ഹസീന എന്ന് പറയുന്ന, ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഉരുക്ക് വനിത, ഫിനിക്സ് പക്ഷി എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന തീക്കനലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്ത്രീത്വം എന്നൊക്കെ മാധ്യമങ്ങൾ അതിഘോരമായി വിശേഷിപ്പിക്കുന്ന ഹസീന ഷെയ്ഖിൻ്റെ ഭാവി ഇനി എന്തായിരിക്കും? ഭാവി ഞാൻ പ്രവചിക്കുന്നില്ല, ഭാവി പ്രവചിക്കാനും എനിക്കറിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പറയാം, അടുത്തൊരു അട്ടിമറി. എല്ലാം ശരിയായി, ബംഗ്ലാദേശിൽ എല്ലാം ഞങ്ങളുടെ കയ്യിലായി എന്ന് വിചാരിക്കുമ്പോൾ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാവുകയും ഹസീന തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോവുകയും ചെയ്യും. ഹസീനയ്ക്ക് അസാമാന്യമായ പിന്തുണ ബംഗ്ലാദേശിലുണ്ട്. അവർ 2024 ജാനുവരിയിലാണ് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ച് വന്നവരാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ആൾക്കാരെല്ലാം കൂടെ വടിയും തടയും പത്തലും ഒക്കെ എടുത്തിട്ട് അടിപിടി നടത്തി, അതാണ് ജനാധിപത്യം എന്ന് അമേരിക്ക വരെ പറയുന്നു. വി അപ്രീഷിയേറ്റ് ദ റെസ്റ്റോറേഷൻ ഓഫ് ഡെമോക്രസി. എന്ത് ഡെമോക്രസി? ആൾക്കാർ പത്തലും ഒലക്കൊക്കെ ആയിട്ട് ഇറങ്ങി അടിച്ചാണ് ഡെമോക്രസി ഉണ്ടാക്കുന്നത്. വോട്ട് വാങ്ങി ജയിച്ച ആ സ്ത്രീയെ പുറത്താക്കിയിട്ട് അതാണ് ഡെമോക്രസി എന്ന് ക്ലെയിം ചെയ്യുക. അതും അമേരിക്ക. അവരാണല്ലോ ഡെമോക്രസിയുടെ അവസാന വാക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളാണ് അധികാരത്തിലെങ്കിൽ അത് ഡെമോക്രസി, അതല്ലെങ്കിൽ ഡെമോക്രസി അല്ല. ഇന്ത്യയിൽ നോക്കുന്നേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുന്നത് EVM കുഴപ്പം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുഴപ്പം, നേരം വെളുത്താൽ വൈകുന്നേരം വരെ സുപ്രീം കോടതിയിലായിരുന്നു പൊറുതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ EVM നന്നായോ? ഒന്ന് അല്ലെങ്കിൽ ചീത്തയായി, രണ്ടിലൊന്നും പറയണമല്ലോ, അനക്കമില്ല. ഭാരതത്തിൽ ഇതേ കളി നടന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനും മനഃപൂർവമായ ശ്രമം നടന്നു. സുപ്രീം കോടതി സോളിഡായിട്ട് നിന്നതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ ഒരു വിചിത്രമായ വാദം ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴല്ല, 2014 മുതൽ ഉന്നയിക്കുന്നൊരു വാദമാണ്
മോദിക്ക് 50% കൂടുതൽ വോട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ പ്രാതിനിധ്യമില്ല. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് ജനാധിപത്യം തുടങ്ങിയ കാലം മുതൽ എല്ലാവർക്കും അറിയാം. കേരളത്തിലുണ്ടായിരുന്ന EMS സർക്കാരിനും 50% കൂടുതൽ വോട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയനും 50% കൂടുതൽ വോട്ടില്ല. രാജീവ് ഗാന്ധിക്ക് പോലും 50% കൂടുതൽ വോട്ടുണ്ടായിരുന്നില്ല. ഈ വസ്തുത എല്ലാം ഇരിക്കെ 2014 പെട്ടെന്ന് ജനാധിപത്യത്തിൻ്റെ ഫോർമുല ഒന്നും മാറിമറിഞ്ഞതെന്താ? ഇതൊക്കെ ഈ ടെക്നിക്ക് മുഴുവൻ, ഈ റെജീം ചേഞ്ച് ടെക്നിക്ക് മുഴുവൻ ഭാരതത്തിൽ പരീക്ഷിച്ചതാണ്, ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കിഷ്ടമില്ലാത്തൊരു പ്രധാനമന്ത്രി തിരഞ്ഞെടുത്താൽ അത് ജനാധിപത്യമല്ല എന്ന് ഡിക്ലെയർ ചെയ്യുക, ആൾക്കാരെ കൊണ്ട് ബഹളം വെപ്പിക്കുക. തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ ഹസീന തിരിച്ചു വരും എന്ന് തന്നെയാണ് സാറ് ഞാൻ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ വന്ന് അവിടെ എന്തെങ്കിലും അവർ മലമറിക്കും എന്ന് വിചാരിച്ചിട്ടല്ല, ഇവർക്കൊരു തിരിച്ചടി എന്നല്ല. അത് ഷെയ്ഖ് ഹസീന ഒരു നല്ല സ്ത്രീ ആയതുകൊണ്ടൊന്നുമല്ല, ഇവരുടെ ഡൈനാമിക്സിൽ ഇവർക്കൊരു തിരിച്ചടി കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്കുണ്ട്. അതിനുവേണ്ടി ഷെയ്ഖ് ഹസീനയെ ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും. അതർവൈസ് ഐ ഹാവ് നോ അപ്രീസിയേഷൻ ഫോർ ദാറ്റ് ലേഡി. തീർച്ചയായിട്ടും സാർ, എന്തായാലും തിരിച്ചു വരട്ടെ. സാറ് പറയുന്നത് പോലെ ഒരു അട്ടിമറി ശ്രമം എന്തായാലും ബംഗ്ലാദേശിൽ ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ്. ഇവരുടെ റിലേഷനാണെന്ന് ഞാൻ പട്ടാള മേധാവി. അതെ, ഇവരുടെയൊക്കെ നിറമാറാൻ നേരെ ഒരു കാര്യം തന്നെ ആലോചിക്കുക. 36 കൊല്ലത്തിനിടയ്ക്ക് 29 അട്ടിമറി നടന്ന ഈ ഏക രാജ്യം ബംഗ്ലാദേശാണ്. അതാലോചിച്ചാൽ മതി. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കുറച്ച് ഹാസ്യാത്മകമായി പറയുന്നുണ്ടെങ്കിൽ പോലും സ്ഥിതിഗതികൾ വളരെ രൂക്ഷം തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഇന്ത്യ പാപങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല, പക്ഷെ അഭയം കൊടുക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇത് ചർച്ചകൾ നമുക്ക് ഇനിയും സാറുമായി നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ചർച്ച താൽക്കാലികമായി നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.